പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായി ഞങ്ങളെ വീണ്ടും ഒരു ദിവസം കൂടി നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ തന്നെ എഴുന്നേറ്റ് ഒരുമയോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അങ്ങ് നൽകുന്ന വാഗ്ദാനങ്ങൾ സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞങ്ങളങ്ങെ ആരാധിച്ച് ഞങ്ങൾ തന്നെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് പരീക്ഷയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നോമ്പുകാലത്തിന്റെ ഉന്നതമായ ചൈതന്യത്തില് അങ്ങ് നൽകുന്ന രക്ഷാകര രഹസ്യങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ആ ജീവന്റെ സമൃദ്ധിയില് എപ്പോഴുമായിരിക്കുവാൻ ഞങ്ങളുടെ മക്കളെല്ലാവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളെ പ്രത്യേകമാവിധം അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ. ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് നന്നായിട്ട് പഠിക്കാനും പരീക്ഷ എഴുതുവാനും ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. രോഗികളായ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഈ സമയത്ത് എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ ഭയത്തിൽ നിന്നും, എല്ലാ ഉത്കണ്ഠയിൽ നിന്നും ഞങ്ങളുടെ മക്കളെ അവിടുന്ന് വിടുവിക്കണമേ, സംരക്ഷിക്കണമേ. ഇപ്പൊ തന്നെ കർത്താവെ, ഈ പ്രാർത്ഥനയായിരിക്കുന്ന എല്ലാ മക്കളുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും ഇവിടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഒരുമയോടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖല, ആരോഗ്യ മേഖല, ജോലി മേഖല, കുടുംബ സമാധാനം, സകല മേഖലകളിലും കർത്താവെ അങ്ങയുടെ വലിയ സഹായവും കൃപയും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും നമ്മുടെ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസങ്ങളിലൊക്കെ കർത്താവ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം കർത്താവില് ആശ്രയിച്ച്, കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിൽ ശരണപ്പെട്ട് തന്റെ മക്കൾ ജീവിക്കണം എന്നുള്ള വലിയ സന്ദേശമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി വാഗ്ദാനങ്ങൾ കർത്താവ് നൽകിക്കൊണ്ട് നമ്മെ അവിടുന്ന് ബലപ്പെടുത്തി വിശ്വാസത്തിലും ശരണത്തിലും പ്രത്യാശയിലും ഉറപ്പിക്കണം. പ്രഭാഷണ പുസ്തകം 2-ാം അധ്യായം അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ തന്റെ മക്കളോട് കർത്താവ് പറയാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം പ്രഭാഷണ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം. കർത്താവിന്റെ ഭക്തരെ അവിടുന്ന് ആശ്രയിക്കുവിൻ, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കർത്താവില് ആശ്രയിക്കുക, ശരണപ്പെട്, പ്രത്യാശ വയ്ക്കുക, നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. നമ്മള് കർത്താവിൽ ശരണപ്പെട്ടാല്, കർത്താവിൽ ആശ്രയിച്ചാല്, കർത്താവിനെ വിളിച്ച് സഹായം തേടിയാല് ഒരു കാര്യം ഉറപ്പാണെന്ന് കർത്താവ് തറപ്പിച്ച് പറയാം, പ്രതിഫലം ലഭിക്കും. നമ്മുടെ മക്കള് കർത്താവിൽ ആശ്രയിച്ച് പഠിക്കുമ്പോ പ്രതിഫലം ലഭിക്കും, പരീക്ഷയിൽ വിജയം ലഭിക്കും. അത് എപ്പോഴും വഴിതെറ്റാതെ കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിൽ ശരണപ്പെട്ട്, കർത്താവിന്റെ മക്കള് കർത്താവിനെ ചേർത്ത് പിടിച്ച്, കർത്താവിൽ സമർപ്പിച്ച്, ആശ്രയിച്ച് സഹായം തേടി പോകുമ്പോ ഉറപ്പാണ് പ്രതിഫലം ലഭിക്കും. അത് നമ്മുടെ ജോലിയിലാകട്ടെ, പൗരോഹിത്യത്തിലാകട്ടെ, ശുശ്രൂഷയിലാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, പഠനത്തിലാകട്ടെ, ഏത് മേഖലയിലുമാകട്ടെ, കർത്താവിൽ ആശ്രയിച്ചാൽ നമുക്കതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഈ വചനത്തിന്റെ വാഗ്ദാനം നമുക്ക് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ മക്കള് അങ്ങയിൽ ആശ്രയിച്ച്, അങ്ങയിൽ പ്രത്യാശ വച്ച് ആ മക്കൾ പഠിക്കുമ്പോ കർത്താവെ, അങ്ങ് പറഞ്ഞ പോലെ പ്രതിഫലം അനുഭവിക്കാനുള്ള വലിയ ഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കുമാറാകണം. അതോടൊപ്പം തന്നെ എന്താ വേണ്ടേ? നമ്മുടെ മക്കൾ കർത്താവിൽ ആശ്രയിക്കണം. നമ്മളും എപ്പോഴും കർത്താവിൽ ആശ്രയിക്കണം, എപ്പോഴും കർത്താവിൽ ശരണപ്പെടണം. അതനുസരിച്ച് നിരന്തര പ്രാർത്ഥന, കുദാശ പരിക്രമം, വിശുദ്ധ കുർബാന സ്വീകരണം,
കുടുംബ പ്രാർത്ഥന, കർത്താവിൽ ആശ്രയിക്കുന്ന, കർത്താവിൽ ശരണം വയ്ക്കുന്ന, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന, കർത്താവിന് സഹായം തേടുന്ന ഒരു ബന്ധം പ്രാർത്ഥനയിലൂടെ കർത്താവുമായിട്ട് ബന്ധപ്പെടുത്തി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ കർത്താവ് നമുക്ക് പ്രതിഫലം നൽകും 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 എന്നുള്ളതിന് ഒരു സംശയമില്ല. അതുകൊണ്ട് ഇതിനെ ഉറപ്പിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളൊക്കെ കർത്താവ് നമുക്ക് തന്റെ തിരുവചനം നൽകുന്നത്. ഈ വചനം വിശ്വാസയോഗ്യമാണ്, അവിടുത്തെ വചനം സത്യമാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 17-ാം വചനം പറയുന്നു. അവിടുത്തെ വചനമാണല്ലോ സത്യം, ഈ വചനം സത്യമാണ്. അതുകൊണ്ട് തന്നെ കർത്താവിൽ ആശ്രയിച്ചാൽ നമുക്ക് പ്രതിഫലം ലഭിച്ചിരിക്കും. ഉറപ്പിച്ചു പറഞ്ഞു. അത് എപ്പോഴും 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 കർത്താവിൽ ആശ്രയിക്കാം. അതിനുള്ള കൃപ നമ്മുടെ മക്കൾക്ക് ലഭിക്കട്ടെ, നമുക്ക് ലഭിക്കട്ടെ. നിരാശപ്പെടാതെ ഏതവസ്ഥയിലും. പിന്നെ ഒരു കാര്യം കൂടി അച്ഛൻ പറയാം, സഹനങ്ങള്, വേദനകള്, കഷ്ടപ്പാടുകള് ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്കൊക്കെ കടന്നു വരും. ഇവിടെ 2-ാം അധ്യായത്തിന്റെ 4-5 വചനത്തിൽ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്: വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിച്ചു കൊള്ളുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത്. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിന് ചൂളയിലുമെന്ന്. ഇവിടെ സഹനം ഉണ്ടാവും, ദുരിതങ്ങൾ വരും, കഷ്ടപ്പാടുകൾ വരും. അതിനൊക്കെ സ്വീകരിച്ച് അവിടെയും കർത്താവിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കണം. അപ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കും. നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിന് സ്വീകാര്യരായ മക്കളായിട്ട് മാറി ഒത്തിരിയേറെ പ്രതിഫലങ്ങൾ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ പ്രതിഫലം കർത്താവ് നമുക്ക് തരുന്നു. അതുകൊണ്ട് ഏതവസ്ഥയിലും, സഹനത്തിലും, വേദനയിലും, കഷ്ടപ്പാടിലും, പഠനത്തിലും, പരീക്ഷയിലും, പ്രലോഭനത്തിലും, ഏതവസ്ഥയിലും കർത്താവിനെ ആശ്രയിക്കുക. അതാണ് ഈ 2-ാം അധ്യായത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സന്ദേശം. ആശ്രയിക്കാം, ശരണപ്പെടാം, പ്രത്യാശ വയ്ക്കാം, പ്രതിഫലം സുനിശ്ചിതമാണ്. ഇവ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വലിയൊരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ മക്കൾക്ക് ഈ സമയത്തിന് വേണ്ട പരീക്ഷ എഴുതാനും അത് നന്നായിട്ട് എഴുതാനും വിജയം കൈവരിക്കാനും വേണ്ട എല്ലാ സഹായവും കൃപയും നമ്മുടെ മക്കൾക്ക് ലഭിക്കുമാറാകട്ടെ. പ്രതിഫലം കണ്ടാൻ സന്തോഷിക്കാൻ മക്കൾക്കിടയാകട്ടെ, നമുക്കും ഇടയാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി അച്ഛൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഈ പ്രാർത്ഥന അനേക മക്കൾക്ക് നിങ്ങൾ പ്രാർത്ഥനയോടെ പങ്കുവെച്ചു കൊടുക്കണം, അനേകരെ പ്രേരിപ്പിക്കണം. ആത്മീയ ശുശ്രൂഷകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക. മറ്റു പല കാര്യങ്ങൾക്കും ഇന്ന് ഒത്തിരിയേറെ പ്രാധാന്യം കൊടുത്ത് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ വരുന്നൊരു കാലഘട്ടം അപകടകരമാണ്. പറഞ്ഞില്ലേ, ഇന്നലെ ഞങ്ങള് ചാലക്കുടി ഏരിയയിലൊക്കെ ആ ഏരിയ മുഴുവൻ ഞങ്ങളൊന്ന് പ്രാർത്ഥനയോടുകൂടി കടന്നുപോയി ജപമാല പ്രദക്ഷിണമൊക്കെ ആയിട്ട്. പ്രിയപ്പെട്ട മക്കളെ, അവിടെ കണ്ട കാഴ്ചകൾ നമ്മള് വീഡിയോയിലൊക്കെ കണ്ടു. വിശുദ്ധ കുർബാന, ആരാധന, പ്രാർത്ഥനയ്ക്ക് വലിയ താല്പര്യമില്ലാത്ത മക്കൾ പോലും അവിടുത്തെ ബെല്ലി ഡാൻസിനും മറ്റേ വെടിക്കെട്ടിനും മറ്റു പല ആഘോഷങ്ങൾക്കും ഒരുമിച്ച് കൂടിയപ്പോ ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യമില്ലാത്തതിന്റെ വലിയൊരു പ്രകടനം അവിടെ നടക്കുകയുണ്ടായി. ഇന്ന് മിക്കവാറും ഈ ദിവസങ്ങളൊക്കെ ദേശത്ത് നടന്ന തിരുനാളുകളൊക്കെ കുറിച്ച് ആളുകൾ പറയുന്ന കാര്യം ഇതാണ്: ബാക്കിയെല്ലാത്തിനും ഭയങ്കര പ്രാധാന്യം ആത്മീയമായ കാര്യങ്ങൾക്ക്. കുമ്പസാരം, വിശുദ്ധ കുർബാന, ആരാധന, ദൈവവചന പ്രഘോഷണം, പരിശുദ്ധിയോടെ കർത്താവിനെ ആരാധിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ പോയി. പ്രാർത്ഥിക്കാം മക്കളെ, കർത്താവിന്റെ കരുണ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണേ, ഈ ആത്മീയ ശുശ്രൂഷ നമുക്കും നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും തലമുറയ്ക്കും അനുഗ്രഹമാകുന്ന ദൈവികമായ ശുശ്രൂഷകളാണ്. നമ്മൾ സ്വീകരിക്കുക, പ്രാർത്ഥിക്കുക. അനേക മക്കൾക്ക് പ്രാർത്ഥനയോടെ പകർന്നു കൊടുക്കുക. പലരും പറയുന്നുണ്ട് അവരത് കാണുന്നില്ല. കാണണ്ടെന്നേ പങ്കുവെച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. എപ്പോഴെങ്കിലും കാണും. കാണാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിലൂടെ മാത്രമേ സമാധാനമുള്ളൂ, രക്ഷയുള്ളൂ. അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, വീണ്ടും വീണ്ടും അങ്ങയിൽ ആശ്രയിക്കുവാനും അങ്ങയിൽ പ്രത്യാശ വയ്ക്കാനും അങ്ങയിൽ നിന്ന് സഹായം തേടാനും അങ്ങയുടെ മക്കളെ അങ്ങ് വിളിക്കുമ്പോ കർത്താവെ, അങ്ങെന്ന് ഞങ്ങളോട് പറയുകയാണല്ലോ, പ്രതിഫലം ലഭിക്കാതിരിക്കത്തില്ല. കർത്താവെ, അങ്ങയിൽ ആശ്രയിച്ചാല്, അങ്ങയിൽ ശരണപ്പെട്ടാല് ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും പ്രതിഫലം ലഭിക്കും എന്നുള്ള വലിയ സത്യം
അങ്ങ് ഞങ്ങളോട് പറയുകയാണല്ലോ കർത്താവേ. ഈ ഒരു ആഴപ്പെട്ട ബോധ്യം, ഈ വലിയ സത്യം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് പതിപ്പിക്കണമേ, ഉറപ്പിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് ഇത് നൽകണമേ കർത്താവ്. ഞങ്ങളുടെ മക്കൾ ഇന്ന് പരീക്ഷ എഴുതുകയാണ്, അവർ പഠിക്കുകയാണ്, നഷ്ടപ്പെടുകയാണ് കർത്താവെ. അങ്ങയിൽ ആശ്രയിച്ച്, അങ്ങയിൽ പ്രത്യാശ വച്ച്, അങ്ങയുടെ സഹായം തേടി ഞങ്ങളുടെ മക്കൾ പഠിക്കട്ടെ. ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രതിഫലം ലഭിക്കും കർത്താവെ. ഒത്തിരിയേറെ മക്കളുടെ ഒരു പരാതി ഉണ്ട് ഈശോയെ. അങ്ങയിൽ ആശ്രയിച്ചു, പഠിച്ചു, എന്നിട്ട് തോറ്റുപോയി, വേണ്ട മാർക്ക് ലഭിച്ചില്ല, എന്നാൽ ഇതൊന്നും ചെയ്യാത്തവർക്ക് മാർക്ക് കിട്ടിയെന്നൊക്കെ പരാതി ഒത്തിരി കേൾക്കാറുണ്ട് ഈശോയെ. അങ്ങയുടെ വാഗ്ദാനമാണല്ലോ പ്രതിഫലം ലഭിക്കാതിരിക്കത്തില്ലെന്ന്. എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ പിന്നെ കർത്താവെ അങ്ങെല്ലാം നന്മയ്ക്കാക്കി മാറ്റും. ദുരിതങ്ങൾ വന്നാലും ഘട്ടങ്ങൾ വന്നാലും അതൊക്കെ ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങളുടെ മക്കൾക്ക് പലപ്പോഴും അത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ കർത്താവെ ഞങ്ങളുടെ മക്കൾക്ക് തക്ക പ്രതിഫലം അങ്ങ് നൽകണം, നല്ല വിജയം നൽകണം, നല്ല പോലെ പരീക്ഷ എഴുതാൻ പറ്റണം. അങ്ങനെ ആശ്രയിക്കുന്ന മക്കള് ഒരിക്കലും നിരാശപ്പെടാൻ ഇടയാകാത്ത വിധത്തിൽ കർത്താവ് ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണമേ. പലപ്പോഴും മക്കൾ ചോദിക്കാറുണ്ട്, അമ്മയുടെ ദൈവം എവിടെ, അപ്പന്റെ പ്രാർത്ഥന എവിടെ, എന്ത് ഫലമുണ്ടായി, എന്ത് കിട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കർത്താവെ. അതെല്ലാം അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ വാഗ്ദാനം സത്യമാണ്, പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. കർത്താവെ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു. ചില സമയത്തൊക്കെ ഞങ്ങൾക്ക് ഈ ഒരു വാഗ്ദാനം നിറവേറപ്പെടാൻ പറ്റാതെ പോയ നൊമ്പരങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ പോരായ്മകൾ, കുറവുകളൊക്കെ എന്തെന്ന് അങ്ങേക്കറിയാം. അങ്ങയുടെ വാഗ്ദാനം ഒരിക്കലും മാറില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. കർത്താവെ കൂടുതൽ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മനുഷ്യരാണ്, ബലഹീനരാണ്. പ്രകടമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം, ഈ വാഗ്ദാനം കാണാനും അനുഭവിക്കാനും ഈശോയെ ഞങ്ങൾക്കിടയാകണമേ. ഏറ്റവും എളിമയോടെയാണ് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മനുഷ്യ പ്രകൃതി അങ്ങേക്ക് അറിയാലോ, ദുർബലരാണ്. ഞങ്ങൾ ബലപ്പെടുത്തണം, വിശ്വാസത്തിൽ ഉറപ്പിക്കണം, പ്രത്യാശയിൽ നിലനിർത്തണം. അങ്ങിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ മക്കൾക്ക് വേണം. ഈശോയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും അതെല്ലാം നൽകി അനുഗ്രഹിക്കണം. ഒരിക്കൽ കൂടി കർത്താവെ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങയുടെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി അനുഭവവേദ്യമാക്കി കൊടുക്കണമേ. അങ്ങയുടെ ഇടപെടൽ കാണുവാൻ, അങ്ങയുടെ പ്രതിഫലം അനുഭവിക്കാൻ ഈ മക്കൾക്കിടയാകട്ടെ, ഇവിടെ കുടുംബങ്ങൾക്കിടയാകട്ടെ, ഇവിടെ മക്കൾക്കിടയാകട്ടെ. സാമ്പത്തിക മേഖല, ജോലി മേഖല, കുടുംബജീവിതം, സകല മേഖലകളിലും പ്രതിഫലം കാണാൻ ഇടയാകട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയില് സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, ശരണത്തോടെ നമ്മെ, നമ്മുടെ കുടുംബത്തെ, മക്കളെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായിട്ട് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും വരങ്ങളും ചൊരിഞ്ഞ് അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി ആശീർവാദം സ്വീകരിച്ച മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.